ഹലോ എവറി വൺ, വെരി ഗുഡ് ഈവനിങ് ഡിയർ ഫ്രണ്ട്സ്. നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൻ്റെ തുടർച്ചയാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതേപോലെ തന്നെ നമ്മുടെ കോഴ്സ് എല്ലാവർക്കും ചെറിയൊരു ഫീസിൽ ലഭ്യമാകുന്നതിന് വേണ്ടിയുള്ള സംവിധാനങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ആ കാര്യങ്ങൾ ഇന്ന് രാത്രിയിലോ നാളെയോ ആയി നിങ്ങൾക്കത് കൃത്യമായി പറഞ്ഞു തരുന്നതായിരിക്കും. അതുവരെ ക്ഷമയോടുകൂടി കാത്തിരിക്കുക. അപ്പോൾ നമ്മൾ ക്ലാസ്സിൻ്റെ തുടർച്ചയിലേക്ക് പോകാം. ഈ ക്ലാസ് നിങ്ങൾ കേട്ടതിന് ശേഷം വോയിസ് അയക്കണം. പ്രാക്ടീസാണ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും, പക്ഷേ കൃത്യമായി പ്രാക്ടീസ് ചെയ്തു പോയാൽ അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ച് ഇത് നമ്മളൊരു ടേബിൾ ഉണ്ടാക്കും പോലെയാണ്. അപ്പോൾ ടേബിളിന് ആദ്യം നമുക്ക് അതിനാവശ്യമായ മെറ്റീരിയൽ ഉണ്ടെങ്കിലേ നമുക്കത് ഉണ്ടാക്കാൻ പറ്റുള്ളൂ, അല്ലേ? ഒരു പലക വേണം, 4 കാല് വേണം, ഒക്കെ വേണ്ടേ? ഇതേപോലെ തന്നെയാണ് നമ്മളിപ്പോൾ ചെയ്തു പോകുന്നത്. അതായത് നമുക്ക് ചെറിയ ചെറിയ സെൻറ്റൻസുകളിലൂടെ ഈ ഐഡിയകളൊക്കെ കറക്റ്റായിട്ട് മനസ്സിലാക്കി സെറ്റാക്കി വെക്കുന്നു. പിന്നെ നമുക്ക് അത് ലോങ് സെൻറ്റൻസുകളിലേക്ക് പോകും. അടിപൊളിയായിട്ട് സംസാരിക്കാൻ പറ്റും. അപ്പോൾ നേരിട്ട് നമുക്ക് പോകാം. ഇതുവരെ നമ്മൾ പഠിച്ചത് ഒരു കാര്യം ചെയ്തോ, അതായത് നീ അവിടെ പോയോ, അപ്പോൾ ഞാൻ അവിടെ പോയില്ല, അല്ലെങ്കിൽ ഞാൻ അവിടെ പോയി, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു, അല്ലേ? ഇനി ഒരു സമയം കൂടി നമ്മളിതിൽ ഉൾപ്പെടുത്തേണ്ടതുണ്ട്. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഇന്നലെ നീ അവിടെ പോയോ? അപ്പോൾ ഇന്നലെ നീ അവിടെ പോയോ എന്നുള്ളതിന് എന്താ പറയുക? ഇന്നലെ എന്നുള്ളതിന് എല്ലാവരും കോമൺ ആയിട്ട് അറിയാവുന്ന കാര്യമാണ്. എന്താണ്? യെസ്റ്റർഡേ. യെസ്റ്റർഡേ എന്ന് പറയരുത്. ഞാൻ നമ്മുടെ യൂട്യൂബ് വീഡിയോസിലൊക്കെ പൊതുവായിട്ട് എല്ലാവരോടും പറയാറുണ്ട്, യെസ്റ്റർഡേ എന്ന് പറയുന്നേക്കാളും കുറച്ചുകൂടി നല്ല. തെറ്റല്ല കേട്ടോ, അത് കറക്റ്റാണ്. പക്ഷെ അത് ഇങ്ങനെ പറഞ്ഞു നോക്കിയേ, യെസ്റ്റർഡേ. ഇതാദ്യമായിട്ട് പറയുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ തോന്നിയേക്കാം. നിങ്ങൾ ഒരിക്കലും സ്പെല്ലിങ് മനസ്സിൽ ചിന്തിക്കരുത്. ഉച്ചാരണമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ആ പറയുന്ന ടോൺ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. അതായത് ഇപ്പോൾ നമ്മൾ ഹിന്ദി സോങ്ങൊക്കെ പലരും ഭംഗിയായി പാടും. പക്ഷേ ആ ഹിന്ദി വാക്കുകളൊന്നും കറക്റ്റ് അറിയണമെന്നില്ല, ചിലപ്പോൾ അതിൻ്റെ അർത്ഥം പോലും അറിയണമെന്നില്ല. പക്ഷെ ഭംഗിയായി പാടും. ആ ടോണാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്, ആ മോഡുലേഷൻ. അതേപോലെ തന്നെയാണ് നിങ്ങളിവിടെയും ശ്രദ്ധിക്കേണ്ടത്. യെസ്റ്റർഡേ അങ്ങനെ പറഞ്ഞു വയ്ക്കും നിങ്ങൾ, യെസ്റ്റർഡേ. അപ്പോൾ നമുക്കൊരു സംശയം, നീ പോയോ എന്ന് പറയുന്നതിന് നീ ഇന്നലെ പോയോ എന്നാണ് പറയാനുള്ളത് കേട്ടോ. നീ ഇന്നലെ പോയോ എന്നാണ് പറയേണ്ടത്. അത് നമ്മളോട് പറയാണ്, എടാ നീ ഇന്നലെ നിന്നെ ഒരു കാര്യം ഏൽപ്പിച്ചായിരുന്നല്ലോ, നീ എന്നിട്ട് അവിടെ പോയോ? ഇന്നലെ പോയോ? അപ്പോൾ ഇന്നലെ പോയോ. അപ്പോൾ പോയോ എന്നുള്ളതിന് ഡിഡ് യു ഗോ, മറന്നുപോയില്ലല്ലോ. ഡിഡ് യു എന്നല്ല, ഡിഡ് യു ഗോ. അപ്പോൾ ഇന്നലെയാണ്. ഇന്നലെ എന്നുള്ളതിന് എന്ത് പറയും? യെസ്റ്റർഡേ. അപ്പോൾ ഡിഡ് യു ഗോ യെസ്റ്റർഡേ എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഇങ്ങനെയും പറയാം, യെസ്റ്റർഡേ ഡിഡ് യു ഗോ. ഈ രണ്ട് രീതിയിൽ നമുക്ക് പറയാം. സാധാരണയായിട്ട് നമുക്ക് അവസാനത്തേക്ക് ടൈം പറയാറുണ്ട് കൂടുതലായിട്ടും ചെറിയ ചെറിയ സെൻറ്റൻസുകളിലൊക്കെ. എന്നാൽ ലോങ് സെൻറ്റൻസുകളിലൊക്കെ ടൈം ആദ്യമാണ് പറയുക. നമുക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ട് ഈ യെസ്റ്റർഡേ നമുക്ക് ആദ്യം പറഞ്ഞു നോക്കാം. ഓക്കെ, അതും തെറ്റല്ല, രണ്ടും പറയാം. അപ്പോൾ ആദ്യം യെസ്റ്റർഡേ എന്ന് പറയാം, പിന്നെ ഡിഡ് യു ഗോ. അപ്പോൾ യെസ്റ്റർഡേൻ്റെ അവിടെ മാത്രം ചെറിയൊരു ഗ്യാപ്പ്, എന്നിട്ട് ഒരുമിച്ച് ബാക്കി പറയാം. അപ്പോൾ യെസ്റ്റർഡേ ഡിഡ് യു ഗോ. അടാ, അപ്പോൾ ഈ ഡിഡ് യു ഗോ എന്നൊക്കെയുള്ള സംഭവം മറന്നു പോയിട്ടുണ്ടാവും ചില ആൾക്കാർ. ഒരു ദിവസം ഗ്യാപ്പ് ഇട്ടാൽ മതി, സാധനം വിട്ടു. അതുകൊണ്ടാണ് ഞാനിതെല്ലാം കറക്റ്റ് റിപ്പീറ്റ് ചെയ്ത് ഇങ്ങനെ പോകുന്നത്. കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ നിരന്തരം കേൾക്കുമ്പോൾ നമ്മളൊരു മൊബൈൽ നമ്പർ ഓർത്ത് വെക്കും പോലെയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ, നമ്മളൊരു പുതിയ സിം എടുത്ത സമയത്ത് നമുക്ക് ആ നമ്പർ ഓർത്ത് വെക്കാൻ ചെറിയൊരു പാടുണ്ടാവും, അല്ലേ? നല്ല ഫാൻസി നമ്പറൊന്നും അല്ലെങ്കിൽ ഓർത്ത് വെക്കാൻ ചെറിയൊരു പാടുണ്ടാവും. അപ്പോൾ അത് 2-3 ദിവസം നമുക്ക് മറ്റാളുകളോട് നമ്പർ പറഞ്ഞു കൊടുത്ത് പിന്നെ നമ്മുടെ ബ്രെയിനിൽ അത് നിൽക്കും. അതായത് നമ്മൾ നിരന്തരം ഒരു കാര്യം ഉപയോഗിക്കുന്നുണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ ബ്രെയിൻ പിന്നെ അതവിടെ സ്ഥിരം ലോങ് ടൈം മെമ്മറിയിലേക്ക് കൊണ്ടുപോകും. അത് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ചില സുഹൃത്തുക്കൾ വിചാരിക്കും ഈ പറഞ്ഞ കാര്യം തന്നെ വീണ്ടും പറയുന്നുണ്ടല്ലോ എന്ന് തോന്നും. ശരിക്കും നമ്മൾ ഏതു ഭാഷയിലും സംസാരിക്കുന്ന സമയത്ത് ചില വാക്കുകൾ നിരന്തരമായി ഉപയോഗിച്ചുകൊണ്ടേയിരിക്കും. നമ്മളല്ലാതെ വലിയ വാക്കുകൾ ഉപയോഗിച്ച് പ്രാസംഗികരൊക്കെ പറയുന്നത് രീതിയിലല്ല നമ്മൾ പറയുന്നത്, അല്ലേ? അപ്പോൾ എനിവേ നമുക്കതിലേക്ക് വീണ്ടും പോവാം. ഇന്നലെ നീ പോയോ എന്താണ് പറയുക? യെസ്റ്റർഡേ ഡിഡ് യു ഗോ. ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം, യെസ്റ്റർഡേ എന്ന് പറയരുത്, യെസ്റ്റർഡേ ഒരുമിച്ച് പറയാം. യെസ്റ്റർഡേ ഇങ്ങനെയൊക്കെ പഠിച്ചു വെച്ചാലും പെട്ടെന്ന് നമ്മൾ യെസ്റ്റർഡേ അറിയാതെ വന്നു പോകും. ഈ യെസ്റ്റർഡേ തെറ്റാണെന്ന് വെച്ചാൽ തെറ്റല്ല, പക്ഷെ പറയുന്ന രീതി നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയേ. ഇന്നലെ നീ പോയോ എന്ന് പറയാണ്. യെസ്റ്റർഡേ ഡിഡ് യു ഗോ എന്ന് പറയുന്നതും യെസ്റ്റർഡേ ഡിഡ് യു ഗോ എന്ന് പറയുന്നത് തമ്മിലൊരു ഫീൽ വ്യത്യാസമുണ്ട്. ഡിഡ് യു ഗോ യെസ്റ്റർഡേ എന്ന് ചോദിക്കുന്ന ഒരു ഫീൽ വ്യത്യാസമുണ്ട്. ഈ സെൻറ്റൻസുകൾ തപ്പും തടവുമില്ലാതെ സെൻറ്റൻസായിട്ട് പറയുമ്പോഴാണ് ഫ്ലുവൻസി രൂപപ്പെടുക എന്ന് മനസ്സിലാക്കുക. ഇനി നീ വന്നോ എന്നെങ്ങനെയാണ് ചോദിക്കുക? നീ വന്നോ എന്ന് ചോദിക്കാൻ ഡിഡ് യു കം. മറന്നുപോയില്ലല്ലോ,
ഡിഡ് യു കം? ഓക്കെ, നിങ്ങളാണ് ആദ്യം പറയേണ്ടത് കേട്ടോ. ഓക്കെ, ഇന്നലെ നീ വന്നോ എന്നാണെങ്കിലോ ഇന്നലെ. അപ്പോൾ ഒരുമിച്ച് പറഞ്ഞു നോക്കിയേ. യെസ്റ്റർഡേ ഡിഡ് യു കം? അണ്ട, ഇന്നലെ നീ വന്നോ? യെസ്റ്റർഡേ ഡിഡ് യു കം? ഇനി അടുത്തത് നിങ്ങളാണ് പറയേണ്ടത് കേട്ടോ. ഇന്നലെ നീ വിളിച്ചോ? അതായത് ഇന്നലെ അവൻ എന്നെ വിളിക്കാമെന്ന് പറഞ്ഞിരുന്നു, വിളിച്ചില്ല. നീ വിളിച്ചോ? ഇന്നലെ നീ എന്നെ വിളിച്ചോ? അല്ലെങ്കിൽ ഇന്നലെ നീ വിളിച്ചോ? ഇത്ര മതി. ഇന്നലെ നീ വിളിച്ചോ? ഞാൻ കുറച്ച് തിരക്കിലായിരുന്നു, ശ്രദ്ധിച്ചില്ല. ഇന്നലെ നീ വിളിച്ചോ? എങ്ങനെ പറയും? യെസ്റ്റർഡേ ഡിഡ് യു കോൾ? ഒരുമിച്ച് പറയുമ്പോൾ യെസ്റ്റർഡേ ഡിഡ് യു കോൾ? ഈ യെസ്റ്റർഡേ അവസാനവും പറയാം കേട്ടോ, ഒരു കുഴപ്പമില്ല. ഞാൻ നിങ്ങൾക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ട് ആദ്യം വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അവസാനമാകുമ്പം ഡിഡ് യു കോൾ യെസ്റ്റർഡേ എന്ന് പറയും. അപ്പോൾ അതിനൊരു പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ചെറിയൊരു കൺഫ്യൂഷൻ വന്നാലോ എന്ന് കരുതിയിട്ട് ഞാൻ ആദ്യം പറഞ്ഞാണ്. ടൈം ആദ്യം കഴിഞ്ഞാൽ പിന്നെ അത് തീർന്നല്ലോ. അപ്പോൾ അത്രയേ ഉള്ളൂ. യെസ്റ്റർഡേ ഡിഡ് യു കോൾ? ഇനി ഇന്നലെ നീ കുടിച്ചോ? അതായത് കുടിച്ചോ എന്ന് ചോദിച്ചാൽ വേറെ ഒന്നും കുടിച്ചോ എന്നല്ല കേട്ടോ. അതായത് ഇന്നലെ നീ ആ ജ്യൂസ് കുടിച്ചിരുന്നു, ഞാൻ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, നീ കുടിച്ചായിരുന്നോ? അപ്പോൾ അമ്മ നമ്മളോട് ചോദിക്കുകയാണ്, അല്ല ഇന്നലെ നിനക്ക് ഇത് ഹോർലിക്സ് വേണമെന്നുണ്ട്, ഞാൻ അവിടെ എടുത്ത് വെച്ചിരുന്നല്ലോ, നീ കുടിച്ചോ? അവിടെ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, ഇന്നലെ നീ കുടിച്ചോ? ഇന്നലെ നീ കുടിച്ചോ? അപ്പോൾ ഇന്നലെ നീ കുടിച്ചോ എങ്ങനെ പറയും? വേഗം പറഞ്ഞു നോക്കൂ. യെസ്റ്റർഡേ ഡിഡ് യു ഡ്രിങ്ക്? ഒന്ന് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു നോക്കുക. യെസ്റ്റർഡേ ഡിഡ് യു ഡ്രിങ്ക്? ഇതേപോലെ ഇന്നലെ നീ കഴിച്ചോ എന്നാണെങ്കിലോ? കഴിച്ചോ എന്നാണെങ്കിൽ എന്ത് പറയും? കഴിക്കുക എന്നുള്ളതിന് ഈറ്റ് എന്ന് പറയാം അല്ലേ? അപ്പോൾ ഒന്ന് പറഞ്ഞു നോക്കിയേ. ഇന്നലെ നീ കഴിച്ചോ? യെസ്, യെസ്റ്റർഡേ ഡിഡ് യു ഈറ്റ്? യെസ്റ്റർഡേ ഡിഡ് യു ഈറ്റ്? ഉണ്ടോ? റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു നോക്കുക. യെസ്റ്റർഡേ ഡിഡ് യു ഈറ്റ്? അടുത്തത് നമ്മളോട് എന്തെങ്കിലും ഒരു സാധനം വാങ്ങാൻ വേണ്ടിയിട്ട് പറഞ്ഞു വിട്ടു, നമ്മളത് വാങ്ങിയോ എന്നറിയില്ല. അപ്പോൾ പിറ്റേ ദിവസം ചോദിക്കുകയാണ്, ഇന്നലെ നീ വാങ്ങിയോ? ഇന്നലെ നീ വാങ്ങിയോ? ഇന്നലെ നീ അത് വാങ്ങിയോ എന്നൊക്കെ ചോദിക്കില്ലേ? അതാണ് സംഭവം. അപ്പോൾ ഇന്നലെ നീ വാങ്ങിയോ എങ്ങനെ ചോദിക്കും? പെട്ടെന്ന് പറയൂ. വാങ്ങുക എന്നുള്ളതിന് എന്താ പറയുക? ബൈ. ബൈ. അപ്പോൾ എങ്ങനെ പറയും? യെസ്റ്റർഡേ ഡിഡ് യു ബൈ? യെസ്റ്റർഡേ ഡിഡ് യു ബൈ? ഇനി നീ നിൻ്റെ സുഹൃത്തിനെ ഇന്നലെ കണ്ടുമുട്ടിയോ? നീ കണ്ടുമുട്ടിയോ? നീ ഇന്നലെ കണ്ടുമുട്ടിയോ എന്നാണ് പറയേണ്ടത്. ഒന്ന് പറയൂ നിങ്ങൾ. നീ ഇന്നലെ കണ്ടുമുട്ടിയോ? അപ്പോൾ ഇന്നലെ എന്നുള്ളതിന് യെസ്റ്റർഡേ ഡിഡ് യു മീറ്റ്? മറന്നു പോരുത്. ഡിഡ് യു സീ എന്നും പറയാം, അല്ലെങ്കിൽ മീറ്റ്. കണ്ടുമുട്ടുക എന്നാകുമ്പോൾ മീറ്റ് തന്നെ വേണം. അപ്പോൾ യെസ്റ്റർഡേ ഡിഡ് യു മീറ്റ്? ഇന്നലെ നീ കണ്ടുമുട്ടിയോ? യെസ്റ്റർഡേ ഡിഡ് യു മീറ്റ്? ഇനി നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ടിന് എന്തോ ഒരു പ്രധാനപ്പെട്ട കാര്യം സംസാരിക്കാൻ വേണ്ടിയിട്ട് പോകണം, അല്ലെങ്കിൽ നിങ്ങൾ ഓഫീസിൽ മാനേജറോട് എന്തോ ഒരു കാര്യം ചോദിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളത് ചോദിച്ചോ എന്ന് ചോദിക്കുകയാണ്. നീ ഇന്നലെ സംസാരിച്ചോ? നീ ഇന്നലെ സംസാരിച്ചോ? അങ്ങനെ പറയും. നീ ഇന്നലെ സംസാരിച്ചോ? ഒന്ന് പറഞ്ഞു നോക്കിയേ. സംസാരിക്കുക എന്നുള്ളതിന് ടോക്ക്. അപ്പോൾ അങ്ങനെ പറയും. യെസ്റ്റർഡേ ഡിഡ് യു ടോക്ക്? ഒന്നുകൂടി പറയാം. യെസ്റ്റർഡേ ഡിഡ് യു ടോക്ക്? അതേപോലെ നിങ്ങളുടെ സുഹൃത്തിൻ്റെ എന്തെങ്കിലും ഒരു സഹായം ആവശ്യമായിട്ട് വന്നു, അപ്പോൾ അത് നിങ്ങളോട് അവിടെ ചെല്ലാൻ പറഞ്ഞു. അങ്ങനെ നിങ്ങൾ വേറൊരു ഫ്രണ്ട് കാണുമ്പോൾ ചോദിക്കുക, അല്ല ഇന്നലെ നീ സഹായിച്ചോ? ഇന്നലെ നീ അവനെ സഹായിച്ചോ? നീ ഇന്നലെ സഹായിച്ചോ? നീ ഇന്നലെ സഹായിച്ചോ? എങ്ങനെ ചോദിക്കും? വേഗം പറഞ്ഞു നോക്കൂ. നീ ഇന്നലെ സഹായിച്ചോ? സഹായിക്കുക എന്ന് പറഞ്ഞാൽ എന്ത് പറയും? ഹെൽപ്പ്. അപ്പോൾ എങ്ങനെ പറയും? യെസ്റ്റർഡേ ഡിഡ് യു ഹെൽപ്പ്? റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു നോക്കുക. യെസ്റ്റർഡേ ഡിഡ് യു ഹെൽപ്പ്? ഇനി നമ്മളടുത്ത് വീട്ടിൽ നിന്ന് എന്തെങ്കിലും ഒരു ബില്ല് തന്നിട്ട് അത് അടയ്ക്കാൻ പറയുകയാണ്. അതായത് നമ്മളിപ്പോൾ KSCB കറണ്ട് ബില്ല് തന്നിട്ട് പറയുകയാണ്, നമ്മളോട് പോയി അടയ്ക്കാൻ പറയുകയാണ്. അപ്പോൾ നമ്മളത് കഴിഞ്ഞ ദിവസം അടച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല. അപ്പോൾ നമ്മളോട് വീട്ടിൽ വരുമ്പോൾ ചോദിക്കുമല്ലോ, നീ ഇന്നലെ ബില്ല് അടച്ചോ? നീ ഇന്നലെ പണമടച്ചോ? പണമടയ്ക്കുക എന്നുള്ളതിന് എന്താ പറയുക? പേ. പേയ്മെൻറ്റ് എന്നല്ലേ പേ. അപ്പോൾ അടയ്ക്കുക എന്നുള്ളതിന് പേ എന്നാണ് പറയുക. നീ പണമടച്ചോ? നീ ഇന്നലെ പണമടച്ചോ? അങ്ങനെ പറഞ്ഞു നോക്കൂ. നീ ഇന്നലെ പണമടച്ചോ? അപ്പോൾ എങ്ങനെ പറയും? യെസ്റ്റർഡേ ഡിഡ് യു പേ? ഒന്നുകൂടി പറഞ്ഞു നോക്കുക. യെസ്റ്റർഡേ ഡിഡ് യു പേ? ഇനി വേറൊന്നുകൂടി ഞാൻ ചോദിക്കട്ടെ. നീ ഇന്നലെ തിരിച്ചു വന്നോ? അതായത് എവിടെയൊന്ന് പോകണമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പോയതാണ്, പക്ഷേ ഇന്ന് വന്ന് നോക്കിയപ്പോൾ നിങ്ങളിന്ന് വീട്ടിൽ തന്നെയുണ്ട്. അല്ല നീ ഇന്നലെ തിരിച്ചു വന്നോ? ഇന്നലെ വരില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണല്ലോ പോയെ. ഇന്ന് നീ തിരിച്ചു വന്നോ? നീ ഇന്നലെ തിരിച്ചു വന്നോ? എങ്ങനെ ചോദിക്കും? തിരിച്ചു വരിക എന്നുള്ളത് എന്താ പറയുക? റിട്ടേൺ. റിട്ടേൺ. അപ്പോൾ നീ ഇന്നലെ തിരിച്ചു വന്നോ? യെസ്റ്റർഡേ ഡിഡ് യു റിട്ടേൺ? യെസ്റ്റർഡേ ഡിഡ് യു റിട്ടേൺ?
ഈ ഒരു ഐഡിയ കിട്ടിയില്ലേ നിങ്ങൾക്ക്? അപ്പോൾ യെസ്റ്റർഡേ അല്ല യെസ്റ്റർഡേ. അപ്പോൾ നിങ്ങൾക്ക് തോന്നും ഇതൊക്കെ ചെറിയ കാര്യമല്ലേ, ഇതൊക്കെ റിപ്പീറ്റ് ചെയ്ത് ഇങ്ങനെ പറയണമെന്ന് ചോദിച്ചാൽ നിങ്ങൾ മനസ്സിലാക്കുക, നമുക്ക് സെൻറ്റൻസ് എപ്പോൾ വേണമെങ്കിലും നീട്ടാം. പക്ഷേ പ്രധാനപ്പെട്ട ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ കൃത്യമായി മനസ്സിലാക്കിയിട്ട് വേണം അത് ചെയ്യാൻ. അതായത് ബിൽഡിങ്ങിൻ്റെ ഫൗണ്ടേഷൻ അടിത്തറ നല്ല സ്ട്രോങ് ആണെങ്കിൽ എത്ര മുകളിലേക്കും ബിൽഡിംഗ് ഉണ്ടാക്കാം. അത് തന്നെയാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഒരു കാരണവശാലും മടി വിചാരിക്കരുത്. നമ്മുടെ ടീച്ചേഴ്സിന് നിങ്ങൾ വോയിസ് അയയ്ക്കുക. നമ്മുടെ 99955824 എന്നുള്ള നമ്പറിലേക്ക് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് വോയിസ് അയയ്ക്കുക. താഴെ ഞാൻ ടാസ്ക് ഇടാം. ആ ടാസ്ക് നിങ്ങൾ നോക്കുക, മലയാളം നോക്കിയിട്ട് ഇംഗ്ലീഷ് വോയിസ് അയയ്ക്കുക. നല്ല അടിപൊളിയായിട്ട് പറഞ്ഞ് ട്രൈ ചെയ്യുക. ധൈര്യമായിട്ട് അയയ്ക്കുക. തെറ്റിപ്പോയി വിചാരിച്ച് ഒരു പേടിയും വേണ്ട. അതുപോലെ കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് ഏതെങ്കിലും കംപ്ലീറ്റ് ആയിട്ടില്ലെങ്കിൽ അത് അയച്ച് കംപ്ലീറ്റ് ആക്കാം. ടീച്ചേഴ്സ് നോക്കി നിങ്ങൾക്ക് മറുപടി പറഞ്ഞു തരും. നല്ല സപ്പോർട്ടീവായിട്ടുള്ള ടീച്ചേഴ്സാണ്, നിങ്ങൾക്ക് എല്ലാ സപ്പോർട്ടും ഉണ്ടാവും കേട്ടോ. അതുപോലെ തന്നെ നമുക്കിനി ക്ലാസ്സുകൾ ചെറിയൊരു ഫീസിൽ നടത്താൻ വേണ്ടിയുള്ള സംവിധാനങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നാളെ ഞാൻ ആ കാര്യങ്ങൾ കൃത്യമായി പറയുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്.